നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 24 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയുമൊക്കെയായിട്ട് ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയും താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കൊല്ലം, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം. ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത ചൂടിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവധി അത് പൊതുപരീക്ഷകൾക്കും മുൻകൂട്ടി നിശ്ചയിച്ച അഭിമുഖങ്ങൾക്കും ഒന്നും തന്നെ ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാന സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ മെയ് 2 മുതൽ ആരംഭിക്കും. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ അന്നേ ദിവസം മുതൽ ലഭ്യമാകുന്നതാണ്. നീണ്ട വേനലവധിക്ക് ശേഷം ജൂൺ 1 പ്രവേശനോത്സവത്തോടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കും. 1-ാം ക്ലാസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രായപരിധിയിൽ നിലവിൽ രക്ഷിതാക്കൾക്കിടയിലുള്ള ആശങ്കകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 വയസ്സായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഈ വർഷവും മാറ്റമുണ്ടാകില്ല. കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായപരിധി 5 വയസ്സായി തന്നെ 2026-27 അധ്യയന വർഷത്തിലും തുടരുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി പ്രവേശന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സെൻസസ് 2027 നടപടികളുടെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് തങ്ങളുടെ കുടുംബ വിവരങ്ങളൊക്കെ തന്നെ ഓൺലൈനായിട്ട് സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനം കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സെൻസസ് നടപടികളൊക്കെ തന്നെ കൂടുതൽ ലളിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. 2026 ജൂൺ 16 മുതൽ 30 വരെയാണ് ഇതിനായിട്ട് സമയം അനുവദിച്ചിരിക്കുന്നത്. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ പൊതുജനങ്ങൾക്ക് പോർട്ടൽ വഴി തന്നെ വിവരങ്ങൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും എന്നത് ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. വിവരങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് se.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പോർട്ടലിൽ പ്രവേശിച്ചുകൊണ്ട് സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥൻ്റെ പേരും മൊബൈൽ നമ്പറും നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യാം. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു കുടുംബത്തിൻ്റെ വിവരങ്ങൾ മാത്രമേ നൽകാനായിട്ട് സാധിക്കൂ എന്നതിനാൽ തന്നെ രജിസ്റ്റർ സമയത്ത് കൃത്യത പാലിക്കാനായിട്ട് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൊബൈലിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ചുകൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുമ്പോൾ ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാമെങ്കിലും ഇത് പിന്നീട് മാറ്റാൻ സാധിക്കുകയില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. കൂടാതെ പോർട്ടലിലെ മാപ്പിൽ വീടിൻ്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്നതും വിവരശേഖരണത്തിൻ്റെ ഭാഗമാണ്. വിവരങ്ങൾ വിജയകരമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്കമുള്ള ഒരു സെൽഫ് എന്യൂമറേഷൻ ID നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് സെൻസസ് ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതിയാകും. ഇത് വിവരങ്ങളുടെയൊക്കെ തന്നെ ഡിജിറ്റൽ സ്ഥിരീകരണത്തിന് സഹായിക്കുന്നതാണ്. ജൂൺ 30 ഓൺലൈനായിട്ട് വിവരങ്ങളൊക്കെ തന്നെ നൽകാത്തവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി ശേഖരിക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ പൊതുജനങ്ങളും സർക്കാർ ജീവനക്കാരുമൊക്കെ തന്നെ ഈ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പോർട്ടലിൽ ഇത് സംബന്ധിച്ച വിശദമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ തന്നെ ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഇന്ത്യയിലെ ഓൺലൈൻ ഗെയിമിംഗ് മേഖലയ്ക്ക് കർശന നിയന്ത്രണവുമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് PROG ആക്ട് 2025 ചട്ടങ്ങൾ കേന്ദ്ര IT മന്ത്രാലയം വിജ്ഞാപനം ചെയ്തു. മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നിയമം അത് ലംഘിക്കുന്നവർക്ക് കോടികളുടെ പിഴയും കടുത്ത ജയിൽ ശിക്ഷയുമാണ് നേരിടേണ്ടി വരിക.
നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുന്നതിനുമായിട്ട് ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു ഉന്നതാധികാര സമിതിക്ക് സർക്കാർ രൂപം നൽകും. സിവിൽ കോടതിക്ക് തുല്യമായ അധികാരങ്ങളുള്ള ഈ സമിതിക്ക് പരാതികളിൽ അന്വേഷണം നടത്താനും വ്യക്തികളെ വിളിച്ചു വരുത്തി തന്നെ മൊഴിയെടുക്കാനും അധികാരമുണ്ടാകും. IT മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി തലവനാകുന്ന ഈ സമിതിയിൽ ആഭ്യന്തര, ധനകാര്യ, കായിക മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും അംഗങ്ങളായിരിക്കും. വിപണിയിലെത്തുന്ന ഗെയിമുകൾ നിയമപരമാണോ അതോ നിരോധിത വിഭാഗത്തിൽപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ഈ അതോറിറ്റിക്കായിരിക്കും ഉണ്ടാവുക. പുതിയ നിയമപ്രകാരം ഗെയിമുകളെ പ്രധാനമായിട്ട് 3 തരംതിരിച്ചിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ മോഡലിൽ പ്രവർത്തിക്കാമെങ്കിലും കളിക്കാർക്ക് പണമോ മറ്റ് സമ്മാനങ്ങളോ തിരികെ നൽകാൻ പാടില്ലാത്ത ഓൺലൈൻ സോഷ്യൽ ഗെയിമുകൾ, സ്പോർട്സ് ഇനങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ടതും പണം വെച്ചുള്ള ചൂതാട്ടത്തിൻ്റെയൊക്കെ തന്നെ പരിധിയിൽ വരാത്തതുമായിട്ടുള്ള ഈ സ്പോർട്സ്, അതുപോലെ തന്നെ പണം വാതുവെക്കുന്നതോ ലാഭവിഹിതം നൽകുന്നതോ ആയിട്ടുള്ള ഓൺലൈൻ മണി ഗെയിമുകൾ എന്നിവയാണ് ഈ വിഭാഗങ്ങൾ. ഇതിൽ മണി ഗെയിമുകൾ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും നിരോധിച്ചു. എന്നാൽ യഥാർത്ഥ പണമിടപാടുകൾ ഇല്ലാത്ത ഗെയിമുകൾക്ക് മന്ത്രാലയത്തിൽ പ്രത്യേകമായി തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. നിയമം ലംഘിച്ച് പണം വെച്ചുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്നവർക്ക് 3 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കാം. ഇത്തരം ആപ്പുകളുടെയോ വെബ്സൈറ്റുകളുടെയോ പരസ്യങ്ങൾ നൽകുന്നവർക്ക് 2 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സൈബർ സെല്ല് ഉദ്യോഗസ്ഥർക്കായിരിക്കും കേസുകളുടെ അന്വേഷണ ചുമതല ഉണ്ടാവുക. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള ചൂതാട്ടം തടയുന്നതിനും യുവാക്കളെ ഇതിൻ്റെ കെണിയിൽ നിന്ന് രക്ഷിക്കുന്നതിനുമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്രയും കർശനമായിട്ടുള്ള നിയമം കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ പുറത്തിറക്കിയ കരട് ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിയാണ് ഇപ്പോൾ അന്തിമ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. മെയ് 1 മുതൽ ഈ നിയമങ്ങളൊക്കെ തന്നെ നടപ്പിലാകുന്നതോടെ രാജ്യത്തെ ഗെയിമിംഗ് വിപണിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വോട്ടെടുപ്പ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ വിതരണത്തിൻ്റെ വേഗത ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. മുൻപ് കൃത്യസമയത്ത് ലഭിച്ചിരുന്ന പെൻഷൻ ഇപ്പോൾ വൈകുന്ന അവസ്ഥയാണുള്ളത്. സംസ്ഥാനത്ത് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഏകദേശം 1 ലക്ഷത്തോളം അപേക്ഷകളാണ് നിലവിൽ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളത്. ഈ സാഹചര്യം കാരണം പുതുതായിട്ട് അപേക്ഷിച്ച എല്ലാവർക്കും ഈ മാസത്തെ വിതരണ സമയത്ത് തുക ലഭിക്കാനിടയില്ല. എന്നാൽ മുൻപ് ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ തന്നെ പെൻഷൻ തുക ലഭിക്കുന്നതുമാണ്. ഫെബ്രുവരിയിൽ തുക ലഭിക്കുകയും മാർച്ചിൽ ലഭിക്കാതിരിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിൽ 2000 രൂപ കുടിശ്ശികയായിട്ട് ലഭിക്കുമെന്നാണ് നിലവിലെ വിവരം. BPL റേഷൻ കാർഡുള്ള 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ്. അതിനാൽ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്തവർ എത്രയും വേഗം തന്നെ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ മാസം വിതരണം ഉണ്ടാകില്ലെന്നും അടുത്ത മാസം 25-ാം തീയതിക്ക് ശേഷം മാത്രമേ വിതരണം പ്രതീക്ഷിക്കേണ്ടതുള്ളൂവെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. ഭരണമാറ്റമുണ്ടാകുന്ന സാഹചര്യത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുകയെങ്കിലും അടുത്ത മാസത്തെ പെൻഷൻ നൽകുന്നതിനുള്ള മുൻകൂട്ടിയുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തി. ബുധനാഴ്ചത്തെ ഇടിവിന് പിന്നാലെ വ്യാഴാഴ്ചയും ഏപ്രിൽ 23-ാം തീയതി വില താഴേക്ക് പോയി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് 14,075 രൂപയും പവന് 880 രൂപ കുറഞ്ഞ് 1,12,600 രൂപയിലുമാണ് വ്യാഴാഴ്ചത്തെ വിപണി നിരക്ക്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.